ഈ സംഭവത്തിലെ വീഴ്ചയെ പറ്റി പറഞ്ഞാൽ ഈ ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ നിയമപരമായ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് നടപ്പാക്കുന്നത് മാത്രമല്ല, പകരം നിയമപരമായി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കാത്തതും ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. ഇവിടെ വയനാട് കളക്ടർ രേണുരാജ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം എന്താണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 133F അനുസരിച്ചുകൊണ്ട് ജനജീവിതത്തിന് അപകടകരമാകുന്ന തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിടാൻ കളക്ടർക്ക് അധികാരമുണ്ട്. അതും മാത്രവുമല്ല, കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വന്യജീവി സംരക്ഷണ നിയമം 1972 11(1)A വകുപ്പ് പ്രകാരം ഒരു കേന്ദ്ര അനുമതിയും ഇല്ലാതെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ജനജീവൻ അപകടകരമാകുന്ന ഏത് മൃഗത്തെയും വെടിവെച്ചു കൊല്ലാൻ അധികാരമുണ്ട്. ഇവിടെ 6 മണി മുതൽ ഈ വന്യജീവിയെ ജനത്തിന് അപകടകരമാകുന്ന തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ കാട്ടാനയെ ട്രേസ് ചെയ്തതിന് ശേഷം 7:14 ഈ ദാരുണമായ കൃത്യം നടക്കുന്നത്. ഈ 7:14 വരെ എത്രയോ സമയമുണ്ടായിരുന്ന മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ നിസ്സാരമായിട്ട് കണക്കാക്കുകയാണോ? ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് അവകാശമുള്ള മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് നിയമം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ അത് ചെയ്യാതെ മനുഷ്യജീവൻ അപകടമുണ്ടാകുമ്പോൾ ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടിക്ക് മാത്രമല്ല, സത്യത്തിൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇത് ഒരു സംശയവും വേണ്ട, കേരളത്തിലെ വനം വകുപ്പിന്റെ പൂർണ്ണമായ പരാജയമാണ്. അത് മാത്രവുമല്ല, ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഹെഡായിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടർ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചിട്ടില്ല. അത് ഈ വനം വകുപ്പ് കൊടുക്കുന്ന 10 ലക്ഷം രൂപ കൊണ്ട് ഈ മനുഷ്യജീവനെ തിരിച്ചു പിടിക്കാനായിട്ട് കഴിയും. ഇത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഇത് നിയമമില്ലാഞ്ഞിട്ടല്ല, നിയമം നടപ്പിലാക്കാൻ കൊണ്ടാണ്. നിയമം നടപ്പിലാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്യാതെ ഇരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് നിയമം അറിയില്ല. നിയമം അറിയാത്ത സാധാരണ ജനങ്ങളെ അവിടെ പൊട്ടം കളിപ്പിക്കുകയാണ്. ആനയെ വെടിവെച്ചു കൊല്ലാൻ നിയമമില്ല എന്ന്. ആനയെ വെടിവെച്ചു കൊല്ലാൻ നിയമമില്ല എന്ന് ആരാണ് പറയുന്നത്? ആനയെ മാത്രമല്ല, ഇനി കടുവയെ ആയിക്കോട്ടെ, ഏത് മൃഗവും ആയിക്കോട്ടെ, മനുഷ്യന്റെ ജീവനാണ് എല്ലാ നിയമത്തിലും ഏറ്റവും പരിഗണന കൊടുത്തിരിക്കുന്നത്. മനുഷ്യന്റെ ജീവനാണ്. ഈ റേഡിയോ കോളർ ഘടിപ്പിക്കൽ എന്നൊക്കെ പറയുന്നത് ഒരു പ്രഹസനമാണ്. ഇങ്ങനെ ഈ വന്യജീവികൾ വനത്തിനുള്ളിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഈ നടത്തുന്ന നാടകങ്ങൾക്കൊക്കെ പിന്നിൽ കോടികളുടെ ഫണ്ടാണ് ഇതിന്റെ എല്ലാം പ്രശ്നം. ഇപ്പോൾ അരിക്കൊമ്പന്റെ വിഷയം നോക്കിക്കേ. അരിക്കൊമ്പനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചെലവ് എത്രയാണ്? 1 കോടി രൂപയാണ് പബ്ലിക് എഷക്കറിന്റെ ചെലവ്. അപ്പോൾ ഈ 1 കോടി രൂപ ഒരു നാട്ടാനയ്ക്ക് 1 കോടി രൂപ വിലയില്ല. അവിടെ ആലോചിച്ചോണം, 1 കോടി രൂപ ഒരു ആനയ്ക്ക് വിലയില്ല. അവിടെയാണ് ഈ മിഷൻ അരിക്കൊമ്പൻ എന്നും പറഞ്ഞ് 1 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ ഫണ്ടിന്റെ പിന്നിൽ, ഇതിന്റെ എല്ലാം പിന്നിൽ ഫണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഒരു വന്യമൃഗം ഇറങ്ങുന്നു, അതിനെ തുരത്തുന്നതിന് വേണ്ടി കുറെ ആളും മാരവും ഒരു ആവേശവും, ഇതിന്റെയൊക്കെ പിന്നിൽ ചെലവഴിക്കപ്പെടുന്ന വകമാറ്റപ്പെടുന്ന ഈ കള്ളക്കണക്കിൻ പ്രകാരം എഴുതി മാറ്റപ്പെടുന്ന തുകകൾ ലക്ഷങ്ങളും കോടികളുമാണ്. അതാണ് ഇതിന്റെ പിന്നിൽ. ഇത് യഥാർത്ഥത്തിൽ ഇതിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ്? ഈ വന അതിർത്തി അതായത് ജനവാസ മേഖലയോട് ചേർന്നുള്ള അതിർത്തിക്ക് 500 മീറ്റർ ഉള്ളിലെങ്കിലും ഇങ്ങനെയുള്ള മൃഗങ്ങളെ തടയാനായിട്ട് കഴിയണ്ടേ? ഇവിടെ കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം പട്ടണങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ നിർമ്മിച്ച്, ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിച്ച്, പട്ടണങ്ങളിൽ സോഷ്യൽ ഫോറസ്ട്രി എന്നും പറഞ്ഞ് അതിന്റെ പുറകെയാണ്. പക്ഷെ ഈ കേരളത്തിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യേണ്ടത് ജനവാസ മേഖലയിൽ നിന്നും ഉള്ളിലേക്കുള്ള 500 മീറ്ററിനുള്ളിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്യണം. അവിടെയൊക്കെ ജനവാസ മേഖലയ്ക്കും ഈ വനത്തിനും ഇടയ്ക്ക് ഇപ്പോൾ ഒരു നേർരേഖ മാത്രമാണ്. അത് പോരാ, ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാവണം, ഒരു ബഫർ സോൺ വനത്തിനുള്ളിലേക്ക് കയറ്റി ഉണ്ടാവണം. അതായത് ആ 500 മീറ്റർ അടുത്തേക്കെങ്കിലും ഈ വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിനപ്പുറത്ത് അതിനെ തടയാൻ കഴിയണം. കാരണം ഉൾവനത്തിലേക്ക് ഇതിനെ ഓടിക്കാൻ കഴിയണ്ടേ? ഇതങ്ങനെ ചെയ്യുന്നില്ല. പകരം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ മിഷൻ ആന എന്നൊക്കെ പറഞ്ഞ് പുറകെ ഇറങ്ങുന്നത്. ഇത് തെറ്റാണ്.